നിലനിൽക്കുന്നു, മുങ്ങിപ്പോകുന്നില്ല. ശ്വാസം വിടാൻ നമുക്ക് പറ്റുന്നുണ്ട്. സാധനങ്ങളുടെയൊക്കെ വില കൂടുകയും ചെയ്യും. വരവും കുറയുന്നു, ഇൻ കുറയുന്നു, ഔട്ട് കൂടുന്നു. ജീവനോടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ത് സംഭവിക്കും? ഓ ക്യാഷ് നെഗറ്റീവ് ആവും. കോൾഡ് കസ്റ്റമർ. ഈ കോൾഡ് കസ്റ്റമറിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാ. കാരണം ഞാൻ വീണ്ടും പറയും, അത്രയും പ്രിപ്പയർഡ് ആകണം എന്നാ പറഞ്ഞു വന്നത്. ഓ ക്യാഷ് കളക്ഷൻ, അതായിരിക്കണം നമ്മുടെ ബിസിനസ്. അതല്ലാതെ സർവൈവ്, സ്റ്റേബിൾ ആൻഡ് ഡോമിനേറ്റ്. ആ കടം കൊടുത്തുള്ള ബിസിനസ് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നിടത്ത് ഇരിക്കുകയാണ് നമ്മളുടെ അടുത്ത ലെവലിലെ യാത്ര. വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പ്രീമിയത്തിൽ വിൽക്കണം എന്ന്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 1 പുവർ കസ്റ്റമേഴ്സ്, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം കസ്റ്റമർ, 4 അൾട്രാ പ്രീമിയം കസ്റ്റമർ. കസ്റ്റമേഴ്സിനെ 4 ആയിട്ട് തിരിക്കുന്നു. 1 പുവർ കസ്റ്റമർ, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം, 4 അൾട്രാ പ്രീമിയം. ഒരു ക്രൈസിസ്, ഒരു സാമ്പത്തിക പ്രതിസന്ധി നാട്ടിലുണ്ടായാൽ അത് ഏറ്റവും ആദ്യം ബാധിക്കുന്ന ആരെയാ? അതുകൊണ്ടാണ് പറയുന്നത്, ഡോണ്ട് ഡു ബിസിനസ് വിത്ത് പുവർ പീപ്പിൾ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്യരുത്. കാരണം അവരെ പ്രതിസന്ധി പെട്ടെന്ന് ബാധിക്കും. അവര് അതാത് മാസത്തിൽ കിട്ടി ജീവിക്കുന്നവരാ. ആ മാസം അവന് കിട്ടിയില്ലെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞില്ലേ സി ടൈപ്പിനെ പറഞ്ഞു വിടാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാറ്റഗറിയാ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്താൽ, ഒരു ദിവസം വെള്ളം പൊങ്ങിയാൽ, ഒരു ദിവസം മഴ പെയ്താൽ, ഒരു ദിവസം ഹർത്താലായാൽ, ഒരു ദിവസം ബോംബ് വീണാൽ തീർന്നു. ഇവന്റെ കയ്യിൽ പൈസയില്ല, അവന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലും പൈസ കാണത്തില്ല. ഇനി രണ്ടാമത്തതാണ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിന്റെ പ്രശ്നം, ഇവര് എംപ്ലോയീസ് ആണ് കൂടുതലും. എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ചീപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും മിഡിൽ ക്ലാസ്. അതേസമയം ഈ പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ ആയിരിക്കും. അവര് വാല്യൂ നോക്കിയിട്ടാണ് സാധനം മേടിക്കുക. ഇമോഷൻസിന്റെ പുറത്താണ് സാധനം മേടിക്കുന്നത്. ഇവര് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇവര് വെക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന വീടായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ എന്നെ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് വലിയ ആളുകളെ കൊച്ചാക്കി പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ദിസ് ഈസ് റിയാലിറ്റി. നിങ്ങൾ ക്യാഷ് ഫ്ലോ നോക്കിയാണ് കളിക്കുന്നത് എങ്കിൽ നിങ്ങൾ ലാഭമില്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യത്തില്ല. നിങ്ങൾ ഈ റവന്യൂ നോക്കി കളിക്കുന്നത് കൊണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് ഇരുന്നോട്ടെ, ഇവൻ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ അത് വെച്ചിട്ട് വീട് വെക്കുന്ന 100 പ്രൊജക്ട് നടക്കുന്നു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. മറ്റൊരു കമ്പനിക്ക് ഇതേലെ ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. ഏതാ ലാഭം? ഇവിടെ കുറച്ച് സ്റ്റാഫ് മതി, ഇവിടെ കുറച്ച് സിസ്റ്റം മതി, ഇവിടെ 100 എടുത്താ പണി നടക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്നെങ്കിലും ഇവന്മാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇവിടുത്തെ വോളിയം കൂട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ വോളിയം കുറവായിരിക്കും, നമ്പേഴ്സ് കുറവായിരിക്കും, പക്ഷെ അവിടെ ലാഭം ഉണ്ടായിരിക്കും. ആ ലാഭത്തിൽ കളിക്കണം. ഇവൻ അടുത്ത മാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പൈസ, ഇവിടെ അവരുടെ കയ്യിൽ ഓൾറെഡി ഇതിനു വേണ്ടിയിട്ട് ഫണ്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക. അവര് അതും കോടികൾ മാറ്റിയിട്ടിരിക്കുക. അതേലെ ഒരു വർക്ക് കിട്ടിയാൽ മതി. ആ മാർജിൻ്റെ അകത്തിരിക്കുകയാണ് കാര്യം. ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ സർവൈവ് ചെയ്യുന്നു എന്ന്. സർവൈവ്, നമ്മൾ നിലനിൽക്കുന്നു, മുങ്ങിപ്പോകുന്നില്ല, ശ്വാസം വിടാൻ നമുക്ക് പറ്റുന്നുണ്ട്, ജീവനോടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മിസൈൽ വരുമ്പോൾ ആദ്യം മെസ്സേജ് വരുന്ന ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി ഒളിച്ചോ എന്നാ പറയുന്നത്. കൂര ഉള്ളിടത്ത് കയറി നിൽക്കാനാ പറയുന്നത്. സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതാണ് നമ്മളിപ്പോൾ പഠിച്ച എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആക്കുക. രണ്ടാമത്തതാണ് സ്റ്റേബിൾ ആകുക എന്നുള്ളത്. സ്റ്റേബിൾ ആകാൻ എന്ത് ചെയ്യണം? ചെലവുകൾ പരമാവധി ചുരുക്കണം. ആവശ്യമില്ലാത്ത എല്ലാ ചെലവും കട്ട് ചെയ്യണം. യൂസ്ലെസ് ആയിട്ടുള്ള 100%, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50%, ക്രിറ്റിക്കൽ ആയിട്ടുള്ളത് റീനെഗോഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ബിസിനസ്സിനെ ഒന്ന് സ്റ്റേബിൾ ആക്കുക. അതിനുശേഷം നമ്മൾ ഡോമിനേറ്റ് ചെയ്യുക. സോ സർവൈവ്, സ്റ്റേബിൾ ആൻഡ് ഡോമിനേറ്റ്. സോ ഫെബ്രുവരി 28 തൊട്ട്
മാർച്ച് 28 ആയപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സോ 2026 പോയി എന്ന് വിചാരിച്ച് തന്നെ വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. പറഞ്ഞ് മനസ്സിലായോ? 2026 നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഇറങ്ങാൻ. അതിനു വേണ്ടി, അത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, അത്രയും പ്രിപ്പയർഡ് ആകണം എന്നാ പറഞ്ഞു വന്നേ. അടുത്ത 8 മാസത്തേക്ക് ഇതിങ്ങനൊക്കെ തന്നെ ആയിരിക്കും എന്ന് കരുതിക്കും. ഈവൻ ഇഫ് ഇപ്പം യുദ്ധം പിൻവലിച്ചാലും നിർത്തിയാലും ഈ ക്രൈസിസ് അത് നീണ്ടു നിൽക്കും. ഈ ഒരു വർഷം എടുക്കും ഇതൊന്ന് ഈ ഓളം, ആ ഒലച്ചിലൊന്ന് സ്റ്റേബിൾ ആവാൻ, ഈ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആകാൻ. കാരണം ടൂറിസ്റ്റുകൾ വരില്ല, റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആവും, മേജർ തിങ്ങാ, മേജർ ക്യാഷ് ഫ്ലോയാ, അതില്ലാതാവും. അതില്ലാതെ വരുമ്പോൾ, എന്നാൽ അപ്പുറത്തെ സൈഡിലോ ഗ്യാസിന്റെയും പെട്രോളിന്റെയും സാധനങ്ങളുടെ ഒക്കെ വില കൂടുകയും ചെയ്യും. വരവും കുറയുന്നു, ഇൻ കുറയുന്നു, ഔട്ട് കൂടുന്നു. എന്ത് സംഭവിക്കും? ഓ ക്യാഷ് നെഗറ്റീവ് ആകും. ഈ ഓ ക്യാഷ് പോസിറ്റീവ് ആകണമെങ്കിൽ പ്രീമിയത്തിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന്, റെഫറലിൽ നിന്ന് കൂടുതൽ സെയിൽ എടുക്കുകയും ആവശ്യമില്ലാത്ത ചെലവുകൾ കുറയ്ക്കുകയും ചെയ്ത് ഓ ക്യാഷ് പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്ന് മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് സസ്റ്റെയിൻ. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഇനഫ് റിസർവ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു ഡോമിനേറ്റ്. ഏത്? ഹോട്ട് കസ്റ്റമർ, വാം കസ്റ്റമർ, കോൾഡ് കസ്റ്റമർ. ഈ കോൾഡ് കസ്റ്റമറിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാ. കാരണം ബാക്കി എല്ലാവരും ഇപ്പം SEO നിർത്തും. അതുകൊണ്ട് തന്നെ പല കീവേഡ്സും നമുക്കിനി ഫ്രീ ആയിരിക്കും. പല രീതിയിലുള്ള മാർക്കറ്റിംഗ്, ഇപ്പം ഫേസ്ബുക്കിൽ ആഡ് കുറയും, ഇൻസ്റ്റയിൽ ആഡ് കുറയും, ഗൂഗിൾ ആഡ്സ് കുറയും, ബാക്കിയുള്ളവർ ചെയ്യാതെ വരും. അപ്പം നമ്മളുടെ ആഡിന് കൂടുതൽ റീച്ച് കിട്ടും. സോ റിസർവ് ഫണ്ട് ഉള്ളവർ ഡോമിനേറ്റ് ചെയ്യുക, അല്ലാത്തവർ സർവൈവ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക, പറ്റുന്നത്രയും ക്യാഷ് കളക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, പറ്റുന്നത്രയും പ്രീമിയം സെല്ലിംഗ് മാർജിൻ കൂട്ടി വിൽക്കാൻ നോക്കുക, പറ്റുന്നത്രയും നല്ല കസ്റ്റമേഴ്സിനെ കൂടെ നിർത്തുക, പറ്റുന്നത്രയും ചെലവുകൾ ചുരുക്കുക. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഓ ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസിയേഷനും ഇക്കാര്യങ്ങളും കേൾക്കുന്നത്. ഞാൻ വീണ്ടും പറയും, ഓ ക്യാഷ്, ക്യാഷ് കളക്ഷൻ, അതായിരിക്കണം നമ്മുടെ ബിസിനസ്. അതല്ലാതെ കടം കൊടുത്തിട്ട് കസ്റ്റമറുടെ പുറകിന് നടന്ന് തെണ്ടേണ്ട അവസ്ഥ നമുക്കുണ്ടാവരുത്. അന്നാ പറഞ്ഞത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരൊറ്റ പേരും പറഞ്ഞ് ചവിട്ടും, നിങ്ങൾ അവന്റെ പുറകിന് നടന്ന് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനം എടുക്കുക, ഒരുത്തനും കടം കൊടുക്കില്ല. ആ കടം കൊടുത്തുള്ള ബിസിനസ് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നിടത്ത് ഇരിക്കുകയാണ് നമ്മളുടെ അടുത്ത ലെവലിലെ യാത്ര, അടുത്ത ലെവലിലേക്കുള്ള കുതിച്ചുചാട്ടം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ക്രൈസിസ് നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഈ ക്രൈസിസ് തീരുന്നിടം വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. പറ്റുന്നത്രയും കിങ്സ് ക്ലബിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇട്ട് തരുന്നുണ്ടാവും. പറ്റുന്നത്രയും സമയങ്ങളിൽ ഞാൻ വന്ന് ഫ്രീ വെബിനാർ എടുക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്.